ഞാനിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് പ്രവാസികളായിട്ടുള്ള മലയാളികളുടെ ഒരു സ്ഥിരം ഭക്ഷണമാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് കുബൂസാണ്. ഇതിന് അറേബ്യൻ പിറ്റ ബ്രെഡ് എന്നൊരു മറ്റൊരു പേര് കൂടിയുണ്ട്. ഞാനിന്ന് ഈ പറയുന്ന റെസിപ്പിയിലെ ആ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെയുള്ള കുബൂസ് നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനടുത്തുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്കപ്പോൾ എങ്ങനെയാണ് ഈ കുബൂസ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ കുബൂസ് അഥവാ ഈ പിറ്റ ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി തന്നെയായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു 2 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ആ സ്റ്റോറുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതുപോലുള്ള ആ ഒരു കുബൂസായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഷ്യോയിൽ ഗോതമ്പ് പൊടിയും മൈദ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് എടുക്കുമ്പോൾ അത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് പൊടിയിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറു ചൂടുവെള്ളത്തിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് പൊടിയിൽ ചേർത്ത് ചെറു ചൂടുള്ള വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഞാനിവിടെ 1/2 ടീസ്പൂണേ ഡ്രൈ ഈസ്റ്റ് എടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുമ്പോൾ കുറച്ചേറെ സമയം ഇത് മാവ് പൊങ്ങി കിട്ടാൻ വേണ്ടി വരും. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ആ ഈസ്റ്റിൻ്റെ ആ ഒരു മണം മുമ്പിൽ നിൽക്കാതിരിക്കാനാണ് ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രം ഈസ്റ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ വേണം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 2.5 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം മതിയാവും. അത് ഇളം ചൂടുള്ള വെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം തന്നെ ഈ എടുത്തു വെച്ചിട്ടുള്ള ചെറു ചൂടുവെള്ളത്തിലേക്ക് ഈ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ ഗോതമ്പ് പൊടിയും മൈദയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആ എടുത്ത് വെച്ചിട്ടുള്ള ഒലിവ് ഓയിൽ കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ഈ ഓയിലൊന്ന് വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഈ പൊടിയിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വെച്ചതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഉപ്പ് പഞ്ചസാരയുടെ കൂട്ടത്തിൽ ഈസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്ടിവേറ്റ് ആകത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പൊടിക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പിയിൽ ഈ വെള്ളത്തിൻ്റെയും പൊടിയുടെ അളവൊന്നും ഒരു കറക്റ്റായിട്ട് 2.5 കപ്പ് 1 കപ്പ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ പൊടിയും വെള്ളവും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ ഈസ്റ്റ് ചേർത്ത വെള്ളവും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇത് നീണ്ടതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ നല്ല കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം ഇളം ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തണുത്ത വെള്ളം ഒഴിക്കരുത്. അതുപോലെ വല്ലാത്ത ചൂടുള്ള വെള്ളം ഒഴിക്കാതെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇത് യോജിപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റായിട്ട് ഞാനിത് നന്നായിട്ട് കൈകൊണ്ട് നീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല സോഫ്റ്റായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുബൂസും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു 6-7 മിനിറ്റോളം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റോളം നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുള്ളതാണിത്. നോക്കിയാൽ കാണാം നല്ല സോഫ്റ്റാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ അത് അതുപോലെ തന്നെ തിരിച്ചു വരുന്ന ഒരു പരുവത്തിന് ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അതിന് മുമ്പ് ആ ബൗളിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ ബൗളിൻ്റെ എല്ലായിടത്തേക്കും ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് എടുത്തൊന്ന് വെച്ച് കൊടുക്കാം. ഒരല്പം എണ്ണ നമുക്ക് ഈ മാവിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ടാണ്. ഞാൻ ഒലിവ് ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ എണ്ണ ഒന്ന് വരുന്ന പോലെ ആക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് പൊങ്ങി കിട്ടാനായിട്ട് കുറച്ച് സമയം വേണം. അതുപോലെ ഇപ്പോൾ ചെറിയൊരു തണുപ്പുമാണ്. തണുപ്പ് സമയം ആയതുകൊണ്ട് ഇത് പൊങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് ചൂട് കാലത്താണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇതിൻ്റെ സൈസിൻ്റെ ഇരട്ടിയായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടച്ചു വെച്ച് ഇതിൻ്റെ ഇരട്ടി വലുപ്പത്തിലാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നമ്മൾ ആ കുഴച്ച് വെച്ചതിൻ്റെ ഇരട്ടിയിലധികം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരിക്കൽ കൂടി ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് നീഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണിത്. ഇനി ഈ വർക്കിംഗ് ടേബിളിൽ ഒരല്പം മൈദ വിതറിയതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നീളത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരേ വലിപ്പമുള്ള ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു നൈഫ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഉരുളയെക്കാട്ടിലും കുറച്ചുകൂടി വലിയ ബോൾസായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഇന്ന് ഞാൻ ഈ ഉണ്ടാക്കുന്ന പിട്ട ബ്രെഡ് അല്പം കനത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ഒട്ടും കട്ടിയില്ലാത്ത കുബൂസ് അഥവാ പിട്ട ബ്രെഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറിയ ഉരുളകളായിട്ട് ഇത് ആക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നമ്മുടെ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ടാണ്. അതിനുശേഷം ഇതിൽ നിന്ന് ഓരോ മാവിൻ്റെ പീസായിട്ടെടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയാവും. ഇതിനെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇത് ഞാനിവിടെ ഇപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതങ്ങ് വല്ലാതെ തിന്നായിട്ടല്ല, ഞാനൊരു അല്പം കട്ടിയോടുകൂടിയാണിത് റോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ ചപ്പാത്തിയുടെ അത്രയും വലിപ്പത്തിലുമല്ല, കുറച്ച് ചെറുതായിട്ടുള്ള കുബൂസാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് തിന്നായിട്ടുള്ള കട്ടിയില്ലാത്ത കുബൂസാണ് വേണ്ടതെങ്കിൽ ഒരല്പം കൂടി ഇത് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നും കൂടി ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അടുപ്പിൽ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് തവയോ അല്ലെങ്കിൽ നമ്മുടെ ദോശക്കല്ലോ ഉണ്ടെങ്കിൽ അതാണെങ്കിലും വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുബൂസ് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ പാനിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള കുബൂസിൻ്റെ മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി 2 സൈഡിൽ ഒരു 30 സെക്കൻഡ് വീതം നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കണം. പിന്നെ നമ്മുടെ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് പാൻ ചൂടായതിന് ശേഷമേ ഇതിലേക്ക് ഇടാവുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൽ ചെറിയൊരു ബബിൾസ് പോലെ ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇത് ഒരു 10-30 സെക്കൻഡ് ഒരു സൈഡിൽ കിടന്നതിന് ശേഷം നമുക്കിത് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 സൈഡിലോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇൻ കേസ് നിങ്ങളുടെ ഈ കുബൂസ് പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ അടുപ്പിൽ തീയെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. കണ്ടോ, നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഞാനൊരു 1-2 പ്രാവശ്യം നമ്മൾ ചപ്പാത്തി ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ചുട്ടെടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്കിനി ഈ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ള മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം.
നല്ല വീർത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ എണ്ണയൊന്നും ഇതിലേക്ക് തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെയുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള കുബൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഇതിൻ്റെ ഉൾവശം കണ്ടോ, നന്നായിട്ട് എല്ലാം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളുടെയോ അല്ലെങ്കിൽ ഹമ്മൂസിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി കുബൂസ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.